പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു വീട് ഈ കാണുന്ന ഒരു ലക്ഷറി ആയിട്ട് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കൊരു അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. 2 നില വീടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറയാൻ പറ്റും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്ക് 3 BHK പ്ലസ് ഒരു തിയേറ്റർ ഉൾപ്പെടെ വരുന്ന ഒരു വീട്. അപ്പോൾ ന്യായമായിട്ട് ചോദിക്കുന്ന ഒരു റേറ്റാണ് നമുക്ക് ഈ വീടിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോട് നമുക്ക് അടക്കാം. 250 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് തിയേറ്റർ ഉൾപ്പെടെ വരുന്ന ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈനിങ് ആണ് നമുക്ക് വീടിന് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നമുക്ക് വീട് ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് ഇരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിൽ നമുക്ക് ലാസ്റ്റ് ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത്യാവശ്യം ആ ഒരു രീതിയിൽ തന്നെയാണ് വീടിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് തന്നെ നമുക്ക് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് കംപ്ലീറ്റ് ആയി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ഒരു വീടാണ്. നല്ല മനോഹരമായിട്ടൊരു വീടാണ്. ആര് കണ്ടാലും പെട്ടെന്ന് ഒന്ന് അട്രാക്റ്റായിട്ട് നോക്കി നിൽക്കുന്ന ഒരു വീട്. അപ്പോൾ അതിനെ ഒത്തു തന്നെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും അതിൻ്റെ വർക്കായാലും നമുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടേജിൽ നമുക്ക് 5 മീറ്റർ ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. എൻട്രൻസ് ആയാൽ പോലും നമുക്ക് എത്ര വലിയ വണ്ടി ആയാലും വന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് പൊറ്റയിൽ എന്ന ഭാഗത്ത്, തിരുമലയ്ക്ക് സമയം പൊറ്റയിൽ എന്നുള്ള ഭാഗത്താണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ പൊറ്റയിൽ ഭാഗത്തോട്ട് വരാനായിട്ട് 3-4 എൻട്രൻസ് നമുക്കുണ്ട്. പാപ്പനംകോട് വന്നിട്ട് നമുക്ക് വരാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മലയങ്കിഴി വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ തിരുമല വന്നിട്ട് നമുക്ക് പൊറ്റയിൽ വരാനായിട്ട് നമുക്ക് വരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ 3-4 എൻട്രൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് ഈ പൊറ്റയിൽ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു 10-40 വില്ലാസ് വരെ ഇതിൻ്റെ ചുറ്റളവിൽ വരുന്ന ഒരു ഏരിയയാണ്. ഒരു വില്ല പ്രോജക്റ്റിൽ വരുന്ന നല്ല മനോഹരമായ ഒരു വീടാണ്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണുന്നത് നമുക്ക് മാക്സിമം ഫുൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ വീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 250 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിതിട്ടുള്ളത്. കൂടാതെ തന്നെ 3 BHK പ്ലസ് ഒരു തിയേറ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ആർച്ച് പോലത്തെ ഒരു ഡിസൈൻ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റുമാണ് നമ്മളിവിടെ പണിതിട്ടുള്ളത്. അതിൽ ആർച്ച് പോലത്തെ ഡിസൈൻ, അതിൽ തന്നെ സ്പോട്ട് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും അതുപോലെ തന്നെ ഒരു ക്യാമറ ഉൾപ്പെടെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആർച്ചാണ് നമുക്ക് ഫ്രണ്ടിൽ എൻട്രൻസിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീട് വരുമ്പോഴത്തേക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഫ്രണ്ടേജ് നമുക്ക് കാണുന്നത് പോലെ തന്നെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു 2-3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ വീടിൻ്റെ കറക്റ്റ് എലിവേഷൻ നമുക്ക് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു എ ഫ്രെയിം മോഡൽ, അതുപോലെ തന്നെ ഒരു കേബിൾ റൂഫ് മോഡൽ, അതുപോലെ ടെറാക്കോട്ട മെറ്റീരിയൽ, അതുപോലെ താഴെ വരുമ്പോഴത്തേക്കും ഗ്ലാഡിങ് ടൈൽസ് എല്ലാം യൂസ് ചെയ്ത് നല്ല മനോഹരമാക്കി പണിതിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എലിവേഷൻ കാര്യങ്ങൾ തന്നെയാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സ്ട്രിപ്പ് ബാർസും കാര്യങ്ങളൊക്കെ, നമുക്ക് സ്റ്റീൽ ബാർസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് തന്നെ പ്രൊഫൈൽ ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ആ ഒരു ഭാഗം ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങൾ കൊടുത്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കാറ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ടാവും. ഫ്രണ്ടേജിൽ കാണുന്ന പോലെ തന്നെ ഇത്രയും സ്പേസ്, ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡീറ്റെയിലോട്ട് പോവാം. വീടിൻ്റെ മെയിനായിട്ട് ക്യാമറ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് സെക്യൂരിറ്റി ക്യാമറ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 കോർണേഴ്സിലായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട്. മെയിൻ സിറ്റ് ഔട്ട് വരുമ്പോഴത്തേക്കും 6x4 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഫ്രണ്ടേജ് വന്നിട്ടുണ്ട്.
ഗ്രാനൈറ്റ് ഇട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ജനലിലും തന്നെ നമുക്ക് വുഡൻ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറിൻ്റെ ആ ഒരു അറ്റാച്ച് ചെയ്ത് വരുന്ന ആ ചുമര് മുഴുവനും എൽ ഷേപ്പിൽ നമുക്ക് പാനലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് കൊടുക്കുന്നുണ്ട്. കാണുന്ന ഫ്രണ്ട് ഡോർ നമുക്ക് പണിതിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ 6x4 ഡയമെൻഷൻ വരുന്ന സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. അത് നമുക്ക് നേരെ വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് പോവാം. സിറ്റ് ഔട്ട് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലിവിങ് ഏരിയ ഇവിടെ കാണുന്നു. ലിവിങ് ഏരിയ വരുമ്പോഴത്തേക്കും നമുക്ക് 14x12 നമുക്ക് ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. അത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയയെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് ഈ ഒരു ചുമര് തീർത്തിട്ടുള്ളത്. ടി വിയുടെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ടി വി യൂണിറ്റ്. അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ടി വി യൂണിറ്റ് നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ തന്നിട്ടുണ്ട്. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയൊരു ടി വിയൊക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ടി വി യൂണിറ്റിൻ്റെ ബാക്കിൽ നോക്കുമ്പോഴത്തേക്ക് ലിക്വിഡ് വാൾപേപ്പറും കാര്യങ്ങളും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പർ സൈഡ് നോക്കുമ്പോഴത്തേക്ക് വാൾ പാനലാണ് നമുക്ക് ഇപ്പർ സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പുറത്ത് കണ്ട സെക്യൂരിറ്റി ക്യാമറയുടെ ഒരു ഡെസ്ക്ടോപ്പും കാര്യങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ടി വി കൊണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. 14x12 ഡയമെൻഷൻ വരുന്നത്. കജേര നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് താഴെ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള വുഡൻ വർക്കാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കായിട്ട് വന്നിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷൻ വന്നിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ലിവിങ് ഏരിയയിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുൻപേ തന്നെ നമുക്കൊരു ഫാൻസി ലൈറ്റ്സും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3D ഇതിൽ വരുന്ന ടൈലും കാര്യങ്ങളും ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3D എലിവേഷനും കാര്യങ്ങളാണ് 3D ആയിട്ട് വരുന്ന ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. മുകളിൽ വരുമ്പോഴത്തേക്കും ലിക്വിഡ് വാൾപേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷനായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും 14x14 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫ്ലോറിംഗ് ഒക്കെ തന്നെ നമുക്ക് പ്രീമിയം രീതിയിലുള്ള ടൈൽസ് കാര്യങ്ങൾ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള കജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടാണ് വുഡൻ വർക്കിൽ വരുന്ന ഫോൾ സീലിംഗ് വർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് മിററും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസിന് നൽകിക്കൊണ്ട് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് വരുന്ന ചുമരെല്ലാം തന്നെ ടെക്സ്ചർ വർക്കൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വന്നിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ മോഡലാണ്. നമുക്ക് ആ പാർട്ടീഷൻ ലെവൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ടൊരു പാർട്ടീഷൻ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് വന്നിട്ടുള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്ത് സെറ്റ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിൽ നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാം ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ ആ ഗ്രാനൈറ്റ് നമുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് അകത്തോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന മിക്ക പോർഷൻസും ഗ്രാനൈറ്റിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തുള്ളത്. അത്രയും മനോഹരമാക്കിയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻട്രൻസ് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് വരുന്നത് ഗ്രാനൈറ്റ് ഇട്ട് നമുക്ക് ടോപ്പിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വുഡൻ പാനൽ കാര്യങ്ങൾ യൂസ് ചെയ്യണം നമുക്ക് താഴോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അപ്പം വീടിൻ്റെ ഓപ്പൺ കിച്ചൺ.
ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് പ്രീമിയം രീതിയിൽ വരുന്ന ടൈൽസ്, മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടൈൽസ് ആണ് നമുക്ക് കാണുന്നത്. 10x10 ഡയമെൻഷൻ വരുന്ന കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് നമുക്ക് കിച്ചണിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. പ്രീമിയം രീതിയിൽ തന്നെയാണ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. മോഡുലാർ രീതിയിൽ തന്നെയാണ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയുള്ളത്. കാണുന്ന പോലെ തന്നെ ഇവിടെ ചിമ്മിനി എല്ലാം നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആണ്. സ്റ്റൗവും ചിമ്മിനി നമുക്ക് ഇൻബിൽഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിച്ചനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വർക്ക് ഏരിയ നമുക്ക് ഡയമെൻഷൻ വരുന്ന 8x8 ഡയമെൻഷൻ വരുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ഇവിടെ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പ്രീമിയം രീതിയിലുള്ള ടൈൽസ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്. ഈ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ടോപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു സിങ്ക്, അതുപോലെ തന്നെ സിങ്ക് നമുക്ക് ഇത് വരുമ്പോഴത്തേക്ക് സ്മാർട്ട് സിങ്ക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് താഴെ നമുക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്ത് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4,250 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിതിട്ടുള്ളത്. അപ്പോൾ ഈ വീട് നമുക്ക് 3 BHK വീടാണ്. നമുക്കപ്പോൾ ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഹാൾ, ഒരു ഡൈനിങ് ഏരിയ, ഒരു കിച്ചൺ വർക്ക് ഏരിയ, ഒരു ബെഡ്റൂമായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ഈ കാണാൻ പോകുന്നത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം. വിശാലമേറിയ റൂം തന്നെയാണ് താഴെ നമുക്ക് വന്നിട്ടുള്ളത്. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ഇതാണ് ഈ ഒരു ചുമര് മുഴുവൻ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കിൽ തന്നെ നമുക്ക് വുഡൻ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ഈ കാണുന്നത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. വാർഡ്രോബ്സ് എല്ലാം നമുക്കിവിടെ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് രീതിയിലുള്ള കളറിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാർഡ്രോബ്സ് തന്നെയാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം വാൾ മുഴുവനും നമുക്ക് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന ബാത്റൂമാണ്. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നോക്കുമ്പോൾ, ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് ഒക്കെ തന്നെ തടിയിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അതും ഗ്ലാസ് വർക്കുമാണ് നമുക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഇത് പ്രീമിയം ഒരു രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹാൻഡിൽസ് സ്റ്റെയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലൊക്കെ തന്നെ മാർബിളാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് പ്രീമിയം രീതിയിൽ വരുന്ന ഒരു പെയിൻറ്റിങ് കാര്യങ്ങൾ, ടെക്സ്ചർ വർക്കും കാര്യങ്ങളും കൊടുത്ത് ഈ ഒരു വോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഫാൻസി ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഫർഗോള മോഡലിലെ ഒരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും നമുക്ക് ഫാൻസി ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം, ഒരു ബാൽക്കണി, ഒരു മിനി തിയേറ്ററാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് 12x9 ഡയമെൻഷൻ വരുന്നത്. ഹജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു നമുക്ക് ഓഫീസ് ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ബുക്സും കാര്യങ്ങളൊക്കെ അടുക്കി വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. വുഡൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഫോൾ സീലിംഗ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷൻസി വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം. 16x12 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ചുമര് മുഴുവൻ നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
സീലിംഗിൽ നിന്ന് നമുക്ക് താഴോട്ട് ചുമരിലോട്ട് വന്നിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. AC പോയിന്റ് ഉൾപ്പെടെ നമുക്ക് AC യുടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വാർഡ്രോബ്സും നമുക്ക് അവൈലബിൾ ആണ് ഈ ബെഡ്റൂമിൽ. സ്റ്റാൻഡേർഡ് രീതിയിലുള്ള കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബ്സ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂം തന്നെയാണ്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ എല്ലാം വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വാൾ ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം തന്നെയാണ്. 16x13 ഡയമെൻഷൻ വരുന്നത്. ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായൊരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ സീലിംഗിൽ നിന്ന് നമുക്ക് ചുമരിലോട്ട് വരുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്ത് നമുക്ക് ഫോൾ സീലിംഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കച്ചേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ പോലെ നമുക്കൊരു ഏരിയ വാൾറൂംസ് ആയിട്ട് നമുക്ക് അറേഞ്ച് ആയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമുക്കിവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 3 BHK പ്ലസ് ഒരു തിയേറ്റർ ആണ് നമുക്ക് ഡിസൈൻ ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ തിയേറ്ററിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന ഒരു റൂമാണ് നമുക്ക് തിയേറ്ററായിട്ട് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിനകത്ത് വെച്ചിരിക്കുന്ന തിയേറ്റർ. പ്രൊജക്ടറും അതുപോലെ തന്നെ നമുക്ക് ഫോൾ സീലിംഗിൽ നമുക്ക് തിയേറ്ററിൽ വരുന്ന സൗണ്ട് പ്രൂഫ് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുന്ന ലൈറ്റ്സും നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് ആണ്. AC ഉൾപ്പെടെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പീക്കേഴ്സും നമുക്കെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിയേറ്റർ നമുക്ക് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പം ഈ കാണുന്നതാണ് വീട്ടിലെ ഒരു മിനി തിയേറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണിയായിട്ട് വരുന്നത്. ഒരു ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ബാൽക്കണി വെച്ചിട്ടുള്ളത്. അതുപോലെ ടെറാക്കോട്ട മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് എല്ലാം ചെയ്ത് കംപ്ലീറ്റ്. അപ്പം അത് നമുക്ക് കാറ്റ് കിട്ടാനായിട്ട് എയറൊക്കെ കിട്ടാൻ എയറും ലൈറ്റും ഓൾറെഡി നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. എന്നാലും എയറൊക്കെ നമുക്ക് ഇതുവഴി പാസ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയാണ് ടെറാക്കോട്ട മെറ്റീരിയൽസ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റ്, ഒരു ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഫാൻസി ലൈറ്റ് ഈ ഭാഗത്ത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം നമുക്ക് വെച്ചാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇരിക്കുന്ന ഹാൻഡിൽസ് ഒക്കെ തന്നെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് ചെയ്തിരിക്കുന്നത്. 9x4 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചുറ്റുപാടുമൊക്കെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. ചുറ്റുപാടൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട മനോഹരമായൊരു പ്രീമിയം രീതിയിൽ പണിതീർത്തിട്ടുള്ള 2 ഡബിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആദ്യമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് ഈ ഒരു വീട്. അത്യാവശ്യം നല്ലൊരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ് വീടിന് ചോദിച്ചിട്ടുള്ളത്. 4,250 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും പ്ലസ് ഒരു തിയേറ്റർ ഉൾപ്പെടെ പണിതിരിക്കുന്ന മനോഹരമായ ഒരു പ്രീമിയം രീതിയിൽ ചെയ്തു തീർത്തിട്ടുള്ള മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും 90 ലക്ഷമാണ്. 90 lakhs ആണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് നെഗോഷ്യബിളിനായിട്ട് സംസാരിക്കണമെങ്കിൽ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഈ വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.